ന്യൂക്ലിയർ പവർ കൺട്രിക്ക് അഗേൻസ്റ്റ് ആയിട്ട് എയർഫോഴ്സ് ഉപയോഗിച്ച് അവരുടെ അവിടുത്തെ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കശ്മീർ മാറി പാകിസ്ഥാനിൽ സ്ട്രൈക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് ഗാഡ്. ഇന്ന് 26/11 പോലെ പ്ലാൻ ചെയ്യുന്നവരുടെ അവരിയ്ക്കുന്ന ചെയറിന്റെ താഴെ തന്നെ ചിലപ്പം പൊട്ടാനുള്ള സാധനം വെച്ചിട്ടുണ്ട് ഓൾറെഡി. സോ അവർക്കൊരു പേടിയുണ്ട്. റഷ്യ യുക്രൈൻ വാർ നിർത്തി ആ ഒരു വിൻഡോയിൽ വന്ന് നമ്മളെ പ്ലെയിൻസ് ലാൻഡ് ചെയ്ത് അവിടുന്ന് നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഭാരതം മഹാത്മാഗാന്ധിജിയുടെ അല്ല ഡെഫിനിഷൻ. മഹാത്മാഗാന്ധിജിയൊക്കെ വരുന്നതിന് മുമ്പ് വർഷങ്ങളോളം, എത്രയോ വർഷങ്ങൾ മുമ്പ് ധർമ്മം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ധർമ്മത്തിനെ സ്ഥാപിക്കുക, അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഫിലോസഫി ഓഫ് ലൈഫ് ഇസ് എസ്റ്റാബ്ലിഷ് ധർമ്മ എന്നുള്ളതാണ്. ശാസ്ത്രവും ശസ്ത്രവും ഒരുമിച്ച് ഉപയോഗിച്ച ഒരാളായിരുന്നു ശിവാജി മഹാരാജ്. അദ്ദേഹത്തിന് അന്നത് ചെയ്യാൻ പറ്റി. നമ്മൾ എൻ്റെ ബറ്റാലിയനിൽ രാം എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് എന്നെ വിഷയം അഭിവാദ്യം രാം എന്നുള്ള ഇതാണ്. അപ്പൊ രാം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചുള്ള അതൊരു വലിയൊരു ഇതാണ്. അപ്പൊ അത് ധർമ്മത്തിന്റെ ഭാഗം തന്നെയാണ്. വി ആർ നോട്ട് വീക്ക്. നമ്മൾ വീക്ക് അല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഞാൻ ശസ്ത്രം എന്ന് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ശക്തി ഉണ്ട്, ആ ശക്തി വേണ്ടി വന്നാൽ നമ്മളത് ഉപയോഗിക്കും. നമ്മളായിട്ട് ആരെയും പോയി ചെയ്യത്തില്ല. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് പെടുത്തില്ല. ഇന്ത്യയുടെ ഇൻഡസ്ട്രി അതിന്റെ പവർ എന്താണെന്ന് ശ്രീ നരേന്ദ്രമോദിജി കാണിച്ചു തന്നിട്ട് അവരെ ഉപയോഗിച്ച് നമുക്ക് വേണ്ടിയുള്ള ആയുധങ്ങളും മറ്റു കാര്യങ്ങളും നിർമ്മാണം തുടങ്ങി. ഈ യങ്സ്റ്റേഴ്സിന്റെ ഐഡിയാസ്, ടെക്നിക്കൽ ഐഡിയാസ്, ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് അത് ഡിഫൻസിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ധാരാളം സ്ഥലത്ത് അത് വിജയിക്കുകയും ചെയ്തു. നമസ്കാരം. മോഡിയോടെ ഒരു പതിറ്റാണ്ട്. ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ ഭാരതത്തിൽ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ഭാരതത്തിലെ സാമൂഹിക ജീവിതത്തിലെ വിവിധ മേഖലകളിൽ നടന്ന പരിവർത്തനത്തിൻ്റെയും ഉടച്ചുവാർക്കലിൻ്റെയും സംക്ഷിപ്ത രൂപം പ്രേക്ഷകരുടെ മുന്നിൽ വെക്കുന്ന പരിപാടിയാണ് ഇത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ പരിപാടിയിൽ സംസാരിച്ചത് രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തുണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ചാണ്. ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് അതുപോലെ തന്നെ സാമ്പത്തിക രംഗം പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള, ജനശ്രദ്ധ എപ്പോഴുമുള്ള മറ്റൊരു രംഗത്തെക്കുറിച്ചാണ്. രാജ്യത്തിൻ്റെ പ്രതിരോധ രംഗത്തെക്കുറിച്ച്. പ്രതിരോധ രംഗത്ത് കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ഉണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഘടനാപരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമ്മളുടെ പ്രതിരോധ സേനയുടെ മാനസികമായ, അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട അവരുടെ സർവീസ് കണ്ടീഷൻസിലൊക്കെ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇനി മുന്നോട്ട് എങ്ങനെയാണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായി ഇന്ന് ഈ സംഭാഷണത്തിൽ എന്നോടൊപ്പം ഉള്ളത് കേണൽ ഡിന്നിയാണ്. അദ്ദേഹം പ്രതിരോധ വകുപ്പ് വിദഗ്ധൻ മാത്രമല്ല, സർവീസ് ലൈഫിൽ ഇന്ത്യൻ ആർമിയിൽ ഒരു ഓഫീസർ എന്ന നിലയിലും സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. ഇന്ന് സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യവും അതേപോലെ പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട പൊതു ചർച്ചാ മണ്ഡലങ്ങളിൽ സജീവ സാന്നിധ്യവുമാണ്. കേണൽ ഡിന്നി, സ്വാഗതം. നമ്മുടെ ഈ സംഭാഷണത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ ഈ ഇൻട്രോയിൽ പറഞ്ഞത് തന്നെയാണ് വിഷയം. മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് മാറ്റങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ മാത്രമേ ആ ചിത്രം പൂർണ്ണമാവുകയുള്ളൂ. ശരിക്കും 2014 മുമ്പ് ഭാരതത്തിലെ പ്രതിരോധ രംഗത്തുണ്ടായിരുന്ന വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് എത്രത്തോളം രാജ്യത്തെ ബാധിച്ചിട്ടുണ്ട്? വളരെ നല്ലൊരു ചോദ്യമാണ്. ആക്ച്വലി 2014 മുൻപ് നമ്മൾ എങ്ങനായിരുന്നു എന്ന് മനസ്സിലാക്കിയാലേ നമ്മളിപ്പം ഈ ഒരു 10 വർഷം കൊണ്ട് ഒരു തലമുറ തന്നെ പുതിയൊരു രീതിയിലേക്ക് മാറുന്ന അവർക്ക് മനസ്സിലാവത്തില്ല എങ്ങനെയായിരുന്നു. ഞാൻ 1-2 എക്സാമ്പിൾസ് പറഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ക്ലിയർ. 2008 മുംബൈ അറ്റാക്സ് നടന്നു. നമ്മുടെ ഭാരതത്തിന്റെ മണ്ണിൽ അകത്ത് കയറി നിരവധി ആളുകളെ കൊന്ന് ഭീകരർ തിരിച്ചുപോയി. അതിനകത്ത് മരിച്ച അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ഒരു NSG കമാൻഡോ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ അശോക് ചക്ര എൻ്റെ ഒരു ബാച്ച്മേറ്റും എൻ്റെ അടുത്ത ഒരു സുഹൃത്തുമായിരുന്നു. ഞാനും മലയാളി, അദ്ദേഹം മലയാളി എന്ന നിലയിൽ ഞങ്ങൾ അക്കാഡമിയിലും മറ്റ് പല കോഴ്സുകളൊക്കെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ഇൻഫൻട്രി ഓഫീസർ, ഞാനൊരു ഇൻഫൻട്രി ഓഫീസർ. അപ്പോൾ അദ്ദേഹത്തിന് നമുക്കവിടെ നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഭാരതം എന്താണ് ചെയ്തത്? തിരിച്ച് ഒന്നും ചെയ്തില്ല. നമ്മൾ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ കടി നിന്ദ എന്ന്, അതായത് ഞങ്ങൾ വളരെ ശക്തമായ ഒരു പ്രസ്താവന പോലും ഇല്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ബോർഡർ ഏരിയാസിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഡിഫൻസ് മിനിസ്റ്റർ പാർലമെന്റിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ ബോർഡറിനെ ഡെവലപ്പ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഇത്രയും വർഷം ചെയ്യാത്ത, അല്ലെങ്കിൽ ഇനിയും നമ്മൾ ചെയ്യാത്ത കാരണം ബോർഡർ റോഡ്സ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചൈന ആ റോഡ് ഉപയോഗിച്ച് അകത്തോട്ട് വരും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഈ കാലം, അതായത് 2014 മുമ്പ് ഭാരതത്തിന്റെ രക്ഷാമന്ത്രി
സ്റ്റേറ്റ്മെന്റ് ഇൻ ദ പാർലമെന്റ് ഓഫ് ദ ഹൗസ് വേറെ ഒന്നുമല്ല. Exactly. അതൊരു മൈൻഡ് സെറ്റ്. ശ്രീ എ കെ ആന്റണിയാണ്. അതെ, അദ്ദേഹം, തീർച്ചയായിട്ടും. മലയാളിയാണ്. അതെ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. രണ്ട്, മൂന്നാമതായിട്ട് നമ്മൾ ഏതൊരു മേഖല, പ്രത്യേകിച്ച് ഡിഫൻസ് മേഖല, രാജേഷ് ജിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്, ധാരാളം ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു മേഖലയാണ്. കാരണം എക്യുപ്മെന്റ് അല്ലെങ്കിൽ വെപ്പൺ എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണ്. അപ്പം എത്രമാത്രം അഴിമതികൾ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. അത് ബോഫോസിൻ്റെ ആയാലും ശരി, അതിന് കഴിഞ്ഞിട്ടുള്ളതായാലും ശരി, VIP ഹെലികോപ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളായാലും ശരി, അങ്ങനെ ധാരാളം ഏതൊരു കാര്യം വന്നാലും അതിനകത്ത് അഴിമതി ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായിരുന്നു 2014 മുൻപ്. അത് കാരണം എന്ത് പറ്റി, ഒരു ഡിസിഷൻ എടുക്കാതെ, പ്രത്യേകിച്ച് എയർഫോഴ്സ് പോലത്തെ ഉള്ള ഒരു സേനയ്ക്ക് ഡിസിഷൻ എടുക്കാത്ത കാരണം നമുക്കൊരു മിനിമം റിക്വയർമെൻറ്റ് സ്ക്വാഡ്രൻസ് ഇത്രയും വേണം. അതായത് ഒരു ഫൈറ്റ് ചെയ്യണമെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് 2 ശത്രുക്കളാണുള്ളത്, പാകിസ്ഥാനും ചൈനയും ഒക്കെ ഉള്ള 2 രാജ്യങ്ങൾ നമുക്ക് നമ്മളുടെ അടുത്ത് ശത്രു മനോഭാവം കാണിക്കുന്ന 2 പേരുണ്ട്. അപ്പോൾ അവരെ നേരിടണമെങ്കിൽ നമുക്ക് മിനിമം ഒരു സ്ക്വാഡ്രൻ സ്ട്രെങ്ത് ഓഫ് ഫൈറ്റേഴ്സിൻ്റെ ഒക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ ഡ്രാസ്റ്റിക്കായിട്ട് താഴോട്ട് വന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ 2014 ശേഷം നടന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അവലോകനം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പ്രതിരോധ കാലാവസ്ഥ വളരെ മോശമായിരുന്നുവെന്നും അപകടത്തിൽ തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും. കാരണം നമ്മൾ പാർലമെന്റ് അറ്റാക്ക് നടന്നു. പാർലമെന്റ് അറ്റാക്ക് നടന്നിട്ട് നമ്മൾ വലിയൊരു മൊബിലൈസേഷൻ അന്ന് ചെയ്തിരുന്നു. പക്ഷെ ആ മൊബിലൈസേഷൻ, അതിനന്ന് ഞാനും സർവീസിലൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. നമുക്ക് അന്ന് പൊളിറ്റിക്കൽ ഇൻറ്റൻറ്റ് ഉണ്ടായിരുന്നു ഒരു പരിധി വരെ, ശ്രീ വാജ്പേയിജിയുടെ കാലത്ത്. പക്ഷെ അന്ന് എഗെയിൻ ഇന്റർനാഷണൽ പ്രഷർ നമ്മളിൽ വന്നു, US-ന്റെ ഒക്കെ പ്രഷർ വന്നു. ആൻഡ് നമ്മുടെ സേനയും അതന്ന് അത്രമാത്രം റെഡി അല്ല എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മനസ്സിലാക്കിയ ഒരു കാലമുണ്ട്. അതുകൊണ്ട് ഈവൻ പൊളിറ്റിക്കൽ ഇൻറ്റൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് അന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അത് കാരണം ഈ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ 1 ദിവസമോ 2 ദിവസം കൊണ്ട് പെട്ടെന്ന് കാപ്പബിലിറ്റി വരാൻ പറ്റത്തില്ല. അതിന് വർഷങ്ങളോളം എടുക്കും. ഒരു 10 വർഷം എടുത്താൽ മാത്രമേ ഒരു ഡയറക്ഷനിലോട്ട് മാറി അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പിക്ചർ ക്ലിയർ ആയി വരത്തുള്ളൂ. അപ്പൊ അതായിരുന്നു ഈ 2014 മുൻപുള്ള ഒരു കാലം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അങ്ങ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇതുവരെ പല ആൾക്കാരും വിചാരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ വില്ലിങ്നെസിന്റെ ഒരു കുറവ് മാത്രമാണെന്ന്. പക്ഷെ അത് മാത്രമല്ല, ബാറ്റിൽ റെഡിനെസിന്റെ കുറവും ഉണ്ടായിരുന്നു. ബാറ്റിൽ റെഡിനെസ് അതിന്റെ കാരണം എന്ന് വെച്ചാൽ, അൺലെസ് ആർമി അല്ലെങ്കിൽ എയർഫോഴ്സ് അല്ലെങ്കിൽ നേവി അവർ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്, അതൊരു വാളാണ്, അതൊരു സ്വാഡ്. അവർ ഫൈറ്റ് ചെയ്യും, അവർക്ക് ട്രെയിനിങ് ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്യും, അവർക്ക് വേണ്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. പക്ഷേ അവരെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ അവരെ എക്യുപ്മെന്റ് കൊടുക്കണം, നമ്മൾ അവർക്ക് വേണ്ടുള്ള സപ്പോർട്ട് കൊടുക്കണം. ഈ സപ്പോർട്ട് ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞുള്ള കാപ്പബിലിറ്റി വരാത്തത്. കാരണം 1962 നമുക്കറിയാം എന്തുമാത്രം അനുഭവിച്ചു നമ്മൾ. അതായത് ഇന്ത്യൻ ആർമി അന്ന് ധാരാളം ആളുകൾ പറഞ്ഞിട്ടുള്ള അവർക്ക് അവരുടെ ധൈര്യം ഒഴിച്ച് ബാക്കിയൊന്നുമില്ലായിരുന്നു. അതെ, 18,000 ഫീറ്റിലൊക്കെ അതായത് അവരുടെ ധൈര്യം അല്ലാതെ വേറെ ഒരു കാര്യവും അവർക്കില്ലായിരുന്നു. എന്നിട്ട് അവർ ഫൈറ്റ് ചെയ്തു. സോ നമ്മുടെ സൈന്യം എവിടെ ആയാലും അവർ ഫൈറ്റ് ചെയ്യും. പക്ഷെ ആ ഫൈറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ആ കാപ്പബിലിറ്റി സപ്പോർട്ട് സിസ്റ്റം വേണം. ആ കാപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ടൈം എടുക്കും. ഇപ്പോൾ ഒരു ഗവൺമെന്റ് വന്ന് ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്താൽ ചിലപ്പോൾ അടുത്ത 5 വർഷം 10 വർഷം കഴിയുമ്പോഴായിരിക്കും അതിന്റെ എഫക്ട് വരുന്നത്. അപ്പോൾ ഒരു ഗവൺമെന്റ് വന്നാൽ അത് നശിപ്പിക്കാനും പറ്റും. സോ ഈവൻ ഇഫ് യു ഹാവ് ലേറ്റർ പൊളിറ്റിക്കൽ, പക്ഷേ ഈ വർഷങ്ങളോട് കൊണ്ട് വന്നതിനുള്ള മാറ്റം കാരണം നമുക്ക് ധാരാളം പ്രോബ്ലംസ് ഈ പ്രയർ ടു 2014 നമ്മൾ കണ്ടിരുന്നു. അതിന്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് ധാരാളം വില നമ്മൾ ആക്ച്വലി അന്ന് പേ ചെയ്തത്. എക്സാക്ട്ലി, അത് വളരെ കൃത്യമാണ്. ഇങ്ങനെ ഒരു മെസ്സി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കയ്യിൽ കിട്ടുമ്പോൾ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു ക്ലീനപ്പ് ഓപ്പറേഷൻ എന്തായാലും ഉണ്ടാവും. അതായത് ഈ കച്ചടയൊന്ന് തൂത്തുവാരി കളയുക. അതിനുവേണ്ടി എന്തായിരിക്കണം ഈ സർക്കാർ തുടക്കത്തിൽ ചെയ്തത്? 1-2 കാര്യങ്ങൾ വെച്ചാൽ, നമ്മൾ ആദ്യം ഞാൻ മനസ്സിലാക്കിയ മോദി സർക്കാരിൻ്റെ അവർ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മുടെ തിങ്കിങ് തന്നെ മാറി. അതായത് ഫൈറ്റിംഗ് ഫിലോസഫി അല്ലെങ്കിൽ ഫിലോസഫി നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ള കാഴ്ചപ്പാട് അവർ മാറി. ഫസ്റ്റ് ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ സൈന്യം നേരത്തെ ഉണ്ടായിരുന്നു, പൊളിറ്റിക്കൽ എന്താ പറയുക ആ ശക്തി ഉണ്ടായിരുന്നു. പക്ഷെ ആ ശക്തി നമ്മളെ കൈ ബാക്കിൽ കെട്ടിയിരുന്ന സമയത്ത് നിന്ന് മാറി നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടി ആണ് എന്നുള്ളൊരു തോന്നൽ നമ്മളിലേക്ക് വന്നു. 2014 സൈനികരിൽ എത്തിയത് 2014 കഴിഞ്ഞ്. അതായത് നിങ്ങൾ ഇതൊരു എന്താ പറയുക ഒരു പീസ് ടൈം ആർമി അല്ല, യു വിൽ ബി എംപ്ലോയിഡ്. നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് വേണ്ടി അതിനുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ അത് ഞങ്ങൾ തരും. ബട്ട് നൗ ദ സൈക്കോളജി ഈസ് നോട്ട് ഡിഫെൻസീവ്, ഇറ്റ് ഈസ് ഒഫെൻസീവ് ഡിഫെൻസ്. അതായത് നമ്മൾ ഇപ്പോഴും നമ്മുടെ ഡിഫൻസിന് വേണ്ടി, പക്ഷെ അത് ഒഫെൻസീവ് രീതിയിലായിരിക്കും. അതായത് നിങ്ങൾ ശത്രുക്കൾ നമ്മളെ രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ തിരിച്ചടിക്കും. ഇനി നിങ്ങൾ ചെയ്യുന്നതിന്റെ പ്ലാനിങ് ചെയ്താലും നമ്മൾ അടിക്കും.
ഒരുപക്ഷെ നമ്മുടെ ഈ സംഭാഷണത്തിൽ നമ്മൾ വളരെ ലളിതമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു കാര്യം അത്, പക്ഷെ അതൊരു വലിയൊരു മാറ്റമാണ്. മാനസിക നിലയിൽ ഉണ്ടാവുന്ന വലിയൊരു വലിയ മാറ്റം. അതിന്റെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഓരോ സ്ട്രാറ്റജി നോക്കിക്കഴിഞ്ഞാൽ, രാജേഷ് ജി ഇദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് ആദ്യം ഇദ്ദേഹം അപ്പോയിന്റ് ചെയ്ത NSA ശ്രീ അജിത് ദോവലാണ്. അതായത് അജിത് ദോവലിനെ പിക്കപ്പ് ചെയ്തു. അജിത് ദോവലിനെ പോലെ ഒരു വ്യക്തിയെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ കൊടുത്തു. അദ്ദേഹത്തിന് തോട്ട് പ്രോസസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ തിങ്കിങ് എന്ന്. ആ രീതിയിലേക്ക് പുള്ളി മാറിയപ്പോഴത്തേക്ക് നമ്മുടെ സൈന്യവും എല്ലാം മാറി. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ സൈന്യത്തിന്റെ ഈ കാപ്പബിലിറ്റി കൊടുക്കണമെങ്കിൽ നമ്മളെ ഉള്ളിലൊരു വിശ്വാസം വേണം. ആളുകളുടെ ഇടയ്ക്ക് ഒരു ആർമിയുടെ ഉള്ളിലും ആത്മവിശ്വാസം. അതിന് അവർ പുള്ളി വന്ന് ഫസ്റ്റ് തിങ്ക് ചെയ്ത് OROP, 1 rank 1 pension. വർഷങ്ങൾ 70 years കഴിഞ്ഞിട്ട് നടക്കാൻ പറ്റാത്ത ഒരു കാര്യം അദ്ദേഹം വന്ന് വൺ ഓഫ് ദ ഫസ്റ്റ് ഡിസിഷൻസ് അദ്ദേഹം എടുത്തത് 1 rank 1 pension എടുത്തത്. അതായത് നമ്മളെ ആളുകൾ, നമ്മളെ സൈനികരിൽ നിന്ന് ആദ്യം ആ ആത്മവിശ്വാസം വന്നു, യെസ് ദിസ് ഗവൺമെന്റ് മീൻസ് ബിസിനസ്, അങ്ങനെയുള്ള ഒരു കാര്യം പ്രൊട്ടക്ട് ചെയ്യുന്നു. രണ്ടാമത് അദ്ദേഹം CDS, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് അഗൈൻ, അതായത് ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ച ഒരു കാര്യമാണ് കോൺസെപ്റ്റ്. ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ധാരാളം അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊപ്പഗാൻഡ നടന്നിട്ടുള്ള ഒരു കേരളം. അതായത് ഒരു സേനാപതി വരുന്നു, അത് ഇവിടെ അവര് അതിനെ കംപ്ലീറ്റ്ലി ഇത് മാറും എന്നൊക്കെ ഉള്ള രീതിയിലേക്ക്. കാരണം ഇത് എന്താണെന്ന് ടെക്നിക്കൽ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഒരു CDS ഉണ്ടെങ്കിൽ 3 സേനയെ ഒരുമിച്ച് അതിന്റെ ഏകോപനം ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഒരു. പക്ഷെ ഇവരാഗ്രഹിക്കുന്നത് ഇപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ബോർഡറിൽ ഡെവലപ്മെന്റ് വേണ്ട എന്നുള്ള ആ മനസ്ഥിതിയാണ്. ഇവരാലോചിക്കുന്നത് ഈ കോർഡിനേഷൻ ഇല്ലാതിരുന്നാൽ ഇവർ ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ അടിയിൽ ജോലി ചെയ്തോളും. ആ ഒരു ഇൻസെക്യൂരിറ്റി അത് അതിന് ധാരാളം പൊളിറ്റിക്കൽ വില്ലും വേണം. ബിക്കോസ് ഈ CDS എന്ന് പറയുമ്പോൾ ധാരാളം റെസിസ്റ്റൻസ് വരും, എങ്ങനെ ചെയ്യുമെന്നൊക്കെ. പക്ഷെ അതിനെയൊക്കെ മറികടന്ന് അദ്ദേഹം അത് ചെയ്തു. സോ വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു ദാറ്റ് ഇങ്ങനെ ഞാൻ 1-2 എക്സാമ്പിൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഫ്രം വിത്തിൻ ആദ്യം സ്വയം അകത്തു നിന്ന് അദ്ദേഹം അതിന്റെ ഇവോൾവ് ചെയ്തു. ആ ഇത് സ്ട്രക്ചറൽ പ്രൊസീജിയറും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം അകത്തുനിന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്ത് നിന്നിട്ട് അതിനെ ആ ശക്തിയെ പുറത്തോട്ട് അൺലീഷ് ചെയ്യാനുള്ള ശ്രമം നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്ലീനിങ് അപ്പിന്റെ അങ്ങ് പറഞ്ഞ പോലത്തെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അദ്ദേഹം ചെയ്ത ഈ നമ്മുടെ അഡ്വേഴ്സറീസ്, അതായത് നമ്മുടെ ശത്രുപക്ഷം നിൽക്കുന്ന ആളുകളുടെ മനസ്സിന്റെ അല്ലെങ്കിൽ ചിന്തിക്കുന്നതിന്റെ അതിനെ ക്ലീനപ്പ് ചെയ്തു. അതിനെ ക്ലീനപ്പ് ചെയ്യുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ആ ഒഫൻസീവ് ഡിഫൻസ് എന്നുള്ള കോൺസെപ്റ്റ്. അതായത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടിക്കും. അതിൻ്റെയാണ് നമ്മൾ സർജിക്കൽ സ്ട്രൈക്സ് കണ്ടത്. ഊറി സർജിക്കൽ സ്ട്രൈക്സ് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ മാസത്തിൽ നടന്ന സ്ട്രൈക്ക് അവിടെ നമ്മൾ സ്ട്രൈക്ക് ചെയ്തു. അത് ലോകം മൊത്തം ഞാനന്ന് ചൈനയുടെ ബോർഡറിലായിരുന്നു അന്ന്. അപ്പൊ എന്റെ സൈനികരെടുത്ത് ചൈനീസ് പെട്രോളിംഗ് വരുമ്പോൾ അവർ ചോദിച്ചിരുന്നു എന്റെ ഒരു ഓഫീസിന്റെ അടുത്ത്, നിങ്ങൾ അവിടെ പോയി സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തല്ലോ, നിങ്ങൾ ഞങ്ങളെ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യുമെന്ന് എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഓഫീസർ അദ്ദേഹം വന്ന് ഉത്തരം പറഞ്ഞത്, ഞങ്ങൾ ശത്രുക്കളെ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ, ഞങ്ങൾ ഫ്രണ്ട്സിനെ ചെയ്യാറില്ല എന്ന് ഡിപ്ലോമാറ്റിക് ആൻസർ ചെയ്തിട്ട് പോയി. സോ വാട്ട് നമ്മൾ പറഞ്ഞു വെച്ചാൽ ഇതൊരു സർജിക്കൽ സ്ട്രൈക്ക് ഒരു ടെററിസ്റ്റ് ക്യാമ്പിനായിരുന്നില്ല, അത് മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ ആയിരുന്നു, ലോകത്തിന് കൊടുത്ത ഒരു സന്ദേശമാണ്. അപ്പൊ അതാണ് അവിടെ ക്ലീനിങ് അപ്പ് ചെയ്തു അദ്ദേഹം. അതായത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവരുത്, നമ്മൾ ചെയ്യുന്നത്. വീണ്ടും പുൽവാമ അറ്റാക്ക് നടന്നു, വീണ്ടും സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തു, എയർ വെച്ച് ചെയ്തു, ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക് ചെയ്തു. ഇപ്രാവശ്യം നമ്മൾ പാകിസ്ഥാനിലാണ് ആക്ച്വലി പോയി അടിച്ചത്. ഇറ്റ് നോട്ട് POK മാത്രമല്ല, പാകിസ്ഥാൻ, ബിയോണ്ട് പാകിസ്ഥാനിൽ വലിയ ന്യൂക്ലിയർ പവർ ആണെന്നുള്ള രീതിയിൽ അവരെപ്പോഴും പറയുമായിരുന്നു. പക്ഷെ എന്നിട്ട് നമ്മൾ എയർ സ്ട്രൈക്ക് ഉപയോഗിച്ച്, ഇപ്പം രാജേഷ് ജിക്ക് നന്നായിട്ട് അറിയാം, എയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന വെച്ചാൽ അതിന്റെ എസ്കലേഷൻ ഹൈ ആയിരിക്കുകയാണ്. അപ്പൊ ആ ലെവലിലേക്ക് നമ്മൾ പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഈ ലാസ്റ്റ് 10 years ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇത് എനിക്ക് ഇപ്പം ഓൾ ഇൻ ഓൾ ഞാൻ പറഞ്ഞു വെച്ചാൽ വിത്തിൻ ദ സിസ്റ്റം ക്ലീൻ അപ്പ് ചെയ്തു, കറപ്ഷൻ ഫ്രീ ആയിട്ടുള്ള കാര്യം ചെയ്തു, ഒരു മിഡിൽ മാൻ ഒന്നും ഇല്ലാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തു, ഫിലോസഫി ഓഫ് ഫൈറ്റിങ്ങിന്റെ അകത്ത് മാറ്റം വന്നു, എന്നിട്ട് ഈ മെസ്സേജ് അത് പുറത്ത് കൊടുത്തു. അപ്പം ടോട്ടലി അങ്ങനെ ഒരു ക്ലീനിങ് അപ്പാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു മോദി സർക്കാരിന്റെ തുടക്കത്തിൽ നിന്നും ഒരു ഫസ്റ്റ് 5 years ഒക്കെ നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ഈ കോട്ടും ടൈയും ഇട്ട കുറെ ആൾക്കാരാണ് സൗത്ത് ബ്ലോക്കിലും നോർത്ത് ബ്ലോക്കിലും ഈ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത്. ഒരു ഡിഫൻസ് ഡീലും ഒരു ഇടനിലക്കാരനില്ലാതെ നടക്കാത്ത ഒരു കാലമായിരുന്നു. അതിൽ നിന്ന് വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണ്. ശരി, അതിനകത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കണം, അവിടെയാണ് ഈ പ്രൈം മിനിസ്റ്ററിന്റെ ഒരു പൊളിറ്റിക്കൽ ഇന്റന്റ് അല്ലെങ്കിൽ ഇച്ഛാശക്തി എന്ന് പറയുന്ന കാര്യം വരുന്നത്. ഇപ്പൊ റഫാൽ യുദ്ധവിമാനം, അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്രിട്ടിക്കാലിറ്റി ഉണ്ട്, എയർഫോഴ്സിന് മിനിമം ഇത്രയും സ്ക്വാഡൻസ് വേണോ എന്നുള്ളൊരു ക്രിട്ടിക്കാലിറ്റി ഉണ്ട്. അതില്ലാതെ വന്നപ്പം അദ്ദേഹം നേരെ ഫ്രാൻസിൽ പോയി ഏറ്റവും എയർഫോഴ്സിനടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് ഏതാണ് ആവശ്യം എന്നുള്ളത്. അപ്പോൾ അവർ എയർഫോഴ്സ് ഇവാലുവേറ്റ് ചെയ്ത് പറഞ്ഞു, നമുക്ക് റഫാലാണ് നമ്മളെ സിസ്റ്റത്തിന്, നമ്മളെ എൻവയറമെന്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. ഫ്രാൻസുമായിട്ട് അദ്ദേഹം നേരെ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഡീലാണ് ചെയ്തത്.
ഇന്ന് പണ്ടൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാരണം അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കറപ്ഷൻ കാണും എന്നുള്ള 100% ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് റഫാൽ ഇതെന്ന് അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ എന്നുള്ള വേർഡ് ഞാൻ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അദ്ദേഹം കൊണ്ടുവന്നതിനെ കുറിച്ച് പോലും ചോദ്യം ചെയ്യാൻ പറ്റാവുന്ന രീതിയിലേക്ക് മാറാവുന്ന ഒരു സാധനമായിരുന്നു അത്. പക്ഷെ അത് ഡീൽ ചെയ്തു. അത് കാരണം 2 സ്ക്വാഡ്രൺ സ്ട്രെങ്ത്സ് ഓഫ് റഫാൽ വിത്തിൻ നോ ടൈം ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ നമ്മളത് ത്രൂ ആയി. അതിന് ധാരാളം കൗണ്ടർ ആയിട്ട് വരാൻ നോക്കി, അതിനകത്ത് കറപ്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോടതി വരെ പോയിട്ട് വലിയ വിവാദം. പക്ഷെ എന്നിട്ട് അതൊന്നും പുള്ളി ഒരു ഇതും ഇല്ലാത്ത രീതിയിൽ നിന്നു. അതാണ് വ്യത്യാസം പറഞ്ഞത്. അത് ആ ഒരു പൊളിറ്റിക്കൽ അതേസമയം ഇതേ കാര്യങ്ങൾ ചെറിയ ഒരു ഡിസിഷൻ എടുക്കാതെ നമ്മളെ എത്രയോ വർഷങ്ങളോളം വെച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ചില സബ്മറൈൻസിന് പോലും വളരെ ചെറിയ കാര്യങ്ങൾ സ്പെയർ പാർട്സ് പോലും കിട്ടാത്ത. ഇന്നിപ്പം രാജേഷ് ജി നമുക്കിപ്പോ ഒരു 500 കോടി വരെ ഒരു സർവീസ് ഹെഡ്ക്വാർട്ടറിന് തന്നെ ഡിസിഷൻ എടുക്കാനുള്ള കൊടുത്തിട്ടുണ്ട്. 500 കോടി വരെ നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എനിക്കൊന്ന് ഏകദേശം 3000 കോടിക്ക് അടുപ്പിച്ച് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് ക്യാബിനറ്റിൽ തന്നെ അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു ഡീസെൻട്രലൈസേഷൻ നടന്നിട്ടുണ്ട്. അത് ട്രസ്റ്റ് എന്നാണ് വരുന്നത്. And the top man is not corrupt, nobody else will be corrupt. Or if they are corrupt, they will be caught. ഇതൊരു വലിയ സന്ദേശം ലോകത്തിന് കൊടുത്തു എന്ന് മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് വി ആർ ബാറ്റിൽ റെഡി ആൻഡ് അവർ ബോർഡേഴ്സ് ആർ വെരി സെക്യൂർ. അപ്പൊ ഈ 2 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നടത്തി. ഇനി ഇത് കൂടാതെ ഘടനാപരമായിട്ട് കുറെ മാറ്റങ്ങൾ ഈ ഡിഫൻസ് സിസ്റ്റത്തില് മെക്കാനിസത്തില് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് പറയാം, ഒരു 2-3 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1-2 നേരത്തെ നമ്മൾ സൂചിപ്പിച്ചപോലെ നമ്മൾ വർഷങ്ങളായിട്ട് ഒരു ബ്രിട്ടീഷ് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ബ്രിട്ടീഷേഴ്സ് പോയെങ്കിലും നമ്മൾ പല സിസ്റ്റവും ഇപ്പോഴും ബ്രിട്ടീഷേഴ്സിന്റെ അതേ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ അത് World War I, World War II ഒക്കെ കഴിഞ്ഞിട്ടും പല യുദ്ധങ്ങൾ കഴിഞ്ഞെങ്കിലും നമ്മൾ അതിന്റെ ആ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടെങ്കിൽ തന്നെയും പല കാര്യങ്ങൾ കൊണ്ട് നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു നെഗറ്റീവ് എഫക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈന്യത്തിന്റെ ആവറേജ് ഏജ് കൂടി. നമ്മൾ ഒരു 10 പേര് വേണമെന്നുള്ള സ്ഥലത്ത് നമ്മൾ 20 പേരുണ്ട്. ഇറ്റ് വാസ് ബിക്കമിങ് എ കംബർസം ആർമി. വലിയൊരു ആർമി, സ്ട്രെങ്ത് ഉണ്ട്, പക്ഷെ എഫക്റ്റീവ്നെസ് കുറഞ്ഞു. സോ അദ്ദേഹം ചെയ്യുന്ന വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു വിഷൻ. ആൻഡ് നമ്മൾ പണ്ട് തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, നമ്മളൊക്കെ ഇതിനകത്ത് തിങ്ക് ടാങ്ക്സിലും മറ്റ് ഇറ്റ് ഹാസ് ടു ബി എ ലീൻ ആൻഡ് മീൻ ആർമി. അതായത് വളരെ ആവശ്യമുള്ളതായിരിക്കണം, പക്ഷെ അവർ വളരെ ഡിസൈസീവായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ വിത്ത് ടെക്നോളജി ബാക്കപ്പിലൂടെ വേണം. അപ്പൊ അങ്ങനെയുള്ള രീതിയിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഈ അഗ്നിപത് സ്കീം വന്നത്. അതിനും ധാരാളം പ്രൊട്ടസ്റ്റും എതിർപ്പുകളൊക്കെ വന്നു. അപ്പോൾ ആവറേജ് ഏജ് ഓഫ് ആർമി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അഗ്നിപത്ത് വന്നത്. അതൊരു റാഡിക്കൽ ചേഞ്ച് ആണ്. അപ്പൊ അത് പലർക്കും സർവീസിൽ നിന്ന് വിരമിച്ച ആളുകൾക്ക് പോലും പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ രാജേഷ് ഞാൻ എൻ്റെ ബറ്റാലിയനിൽ പോയപ്പോഴും ഞാൻ ഇപ്പം കഴിഞ്ഞ വർഷം ഞാൻ പോയപ്പം അവിടുത്തെ കമാൻഡിങ് ഓഫീസറായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ ഈ കുട്ടികളെ കുറിച്ച് വളരെ ഹാപ്പിയാണ്. ഈ വന്നിട്ടുള്ള എല്ലാവരും നല്ല മോട്ടിവേറ്റഡും അവരുടെ ഫുൾ സ്പിരിറ്റഡ് ആയിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം അവർ ട്രെയിനിങ് ഫിറ്റ് ആവുമോ, അവർ ചെയ്ത് കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ ഇറലവൻ്റ് ആണ്. ഇതിൽ നിന്ന് 25% റിട്ടേൺ ആവും, റെസ്റ്റ് ദേ വിൽ കം ഔട്ട് ആസ് ഗുഡ് സോൾജേഴ്സ് ആൻഡ് സിറ്റിസൻസ്. ഗുഡ് സിറ്റിസൺ. ആ സിറ്റിസൻസ് ആയിട്ട് വരും. അവർക്ക് ഒരു ഇന്ന് നമുക്ക് കേരളത്തിൽ അറിയാം എത്രമാത്രം ലഹരിയും മറ്റു നിൽക്കുന്ന ആളുകളുടെ ഇടയ്ക്കാണ് ഇവർ ഈ പൈസയും വെച്ചിട്ട് അവർ തിരിച്ചു വന്ന് അവർ നല്ല രീതിയിൽ അവിടെയും അനാവശ്യമായിട്ടുള്ള പ്രൊപ്പഗാൻഡയൊക്കെ നടത്തി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം യു സീ ദ റാഡിക്കൽ എത്രമാത്രം മാറ്റമാണ് ഈ വിതിൻ ദ സിസ്റ്റം. അതായത് ഏജ് കുറയ്ക്കാൻ വേണ്ടിയുള്ള കൊണ്ടുവന്നു. രണ്ടാമത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോർഡേഴ്സിന്റെ ഒരു രീതി, അത് മോർ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ തന്നെയും നമുക്ക് ആ ഏരിയയിൽ നമുക്ക് ആർമി വേണം അല്ലെങ്കിൽ അവിടെ ഫോഴ്സസ് വേണം എന്നുള്ള രീതിയിലേക്ക് മാറ്റി നമ്മൾ അവിടുത്തെ ബോർഡർ ഡെവലപ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ഭാരതത്തിന്റെ അവസാനത്തെ വില്ലേജ് ആണ് അരുണാചൽ പ്രദേശ്. ഏതെങ്കിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇന്ത്യാസ് ലാസ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് കാണും. അതിനെ മാറ്റി അവർ അത് ഇന്ത്യാസ് ഫസ്റ്റ് വില്ലേജ് എന്നാക്കി. യു സീ ദ മൈൻഡ് സെറ്റ് ചേഞ്ച്. അപ്പൊ ഇന്ത്യാസ് ഫസ്റ്റ് വില്ലേജ് എന്നുള്ള ബോർഡ് അവിടെ വെച്ചു. അപ്പം നമ്മൾ ചിന്തിക്കുന്ന രീതിയെ മാറി. അവിടെ തൊട്ടേ നമ്മളിപ്പം റോഡ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അതും നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ മാറ്റമാണ്. അതെ. അപ്പൊ അവിടെ മൊബൈൽ ടവേഴ്സ് വരാൻ തുടങ്ങി, അവിടെ ഇന്റർനെറ്റ് കണക്ഷൻ വന്നു, അവിടെ ഉള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ എത്താൻ തുടങ്ങി, റൈറ്റ് ഓൺ ദ ബോർഡർ. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു ഇത് വന്നു. പിന്നെ അപ്പൊ എന്താ ഇവിടുന്ന് ഫോഴ്സസ് അവിടെയും പോകാൻ തുടങ്ങി. അപ്പൊ ഫോഴ്സസിന്റെ റീഡിസ്ട്രിബ്യൂഷൻ നടന്നു വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഫോഴ്സസ് ഹാവ് ബീൻ നൗ എവിടാണോ പ്രസൻസ് ആവശ്യം അവിടെ മാറ്റാൻ തുടങ്ങി. ഇനി തേർഡ്, വിത്തിൻ ഓർഗനൈസേഷൻസ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ ജോയിൻമെൻഷിപ്പ്, അതായത് പണ്ട് എല്ലാവരും അവരവരുടെ രീതിയിലായിരുന്നു ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആർമിയുടെ ബാറ്റിൽ ഫൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ എയർഫോഴ്സ്. ഇത് പ്രൈം മിനിസ്റ്റർ മോദിയുടെ സിംഗിൾ പോയിന്റ് ഇതായിരുന്നു, അതായത് എവറിബഡി ഷുഡ് ഫൈറ്റ് ടുഗദർ.
ആ തിയേറ്റർ കമാൻഡ് അല്ലെങ്കിൽ തിയേറ്ററിന്റെ കോൺസെപ്റ്റ് എന്നൊക്കെ ഉള്ള കാര്യത്തിൽ അത് ഒരു കമാൻഡർ ആയിരിക്കും, പക്ഷെ അത് അദ്ദേഹത്തിന്റെ കീഴിൽ എയർഫോഴ്സും നേവിയും ആർമിയും ഒരുമിച്ച് വരണം. എല്ലാവരും ഇപ്പൊ ഇത് സാധാരണക്കാരനക്ക് മനസ്സിലാവണമെങ്കിൽ ഹെലികോപ്റ്റർ എയർഫോഴ്സിനും ഉണ്ട്, ഹെലികോപ്റ്റർ ആർമിക്കും ഉണ്ട്, ഹെലികോപ്റ്റർ നേവിക്കും ഉണ്ട്. അപ്പം ഇത് 3 തരം റിസോഴ്സസ് ഉണ്ട്. അപ്പൊ ചില സ്ഥലത്ത് എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ മാത്രമായിരിക്കും ഉള്ളത്, പക്ഷെ അത് ആർമിക്ക് യൂസ് ചെയ്യണമെങ്കിൽ അത് പ്രൊസീജിയറായിട്ട് വരും, ഡൽഹി വഴി വരും. ചില സ്ഥലത്ത് നേവിയുടെ ഹെലികോപ്റ്റർ അത് യൂസ് ചെയ്യണമെങ്കിൽ അഗൈൻ. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതൊന്നും ആവശ്യമില്ല, അവിടെ ഒരു കമാൻഡർ കാണും. ആ കമാൻഡർ തീരുമാനിക്കാൻ നിങ്ങൾ ഈ ഹെലികോപ്റ്റർ നിങ്ങൾ എയർഫോഴ്സിന്റെ നേവി ഒന്നുണ്ട്, ഇപ്പൊ ഇതാണ് ആവശ്യം, യൂസ് ചെയ്യും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതാണ്. എത്രയോ വർഷങ്ങൾ മുമ്പ് വരേണ്ട. അപ്പൊ അതിന്റെ ഒരു കാരണം ഞാൻ ഐ ക്യാൻ അഡ്മിറ്റ് രാജേഷ് ജി, അത് അതിന്റെ റെസിസ്റ്റൻസ് സർവീസിന്റെ ഉള്ളിലും ഉണ്ട്. ആരും അവരുടെ ടേഫ് വിട്ട് കളിക്കാൻ ഇഷ്ടമല്ല. ഇപ്പൊ എന്റെ കയ്യിൽ 10 ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ ഞാൻ അത് എന്റെ കമാൻഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കത് വിടണമെന്ന് ആർക്കും വരത്തില്ല. അതേപോലെ ഒരു ആർമിയുടെ 10 റാങ്ക് ഉണ്ടെങ്കിൽ അത് അവരും വിടാൻ തയ്യാറാകത്തില്ല. പക്ഷെ അതെല്ലാം പൊളിറ്റിക്കൽ ഇന്റന്റ് വന്നപ്പോഴത്തേക്ക് മാറി. അതിന്റെ ഒരു വലിയൊരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഒരു രീതിയിലേക്ക് ഈ തിയേറ്റർ കമാൻഡ് ഒരു വിജയമാകുമെന്നുള്ള ഉറപ്പ്. തീർച്ചയായിട്ടും. അത് ഈ അഗ്നിപത്ത് എന്ന് പറയുന്ന ആ ഒരു സ്കീം അത് ഒരു വിജയമാണ്. അത് വിജയം എനിക്ക് തോന്നുന്നു. അതിനകത്ത് അതൊരു വിജയം തന്നെ ആയിരിക്കും. അതിന്റെ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇതൊരു സ്കീം ഇപ്പൊ വന്നതേ ഉള്ളൂ. അതിനെ ഇവോൾവ് ആവും, അതിനകത്ത് ചേഞ്ചസ് വരാം. ഓക്കെ, 5 years കഴിഞ്ഞിട്ട് വേണ്ട, 4 years വേണോ, 6 years വേണോ, 7 years വേണോ, ഈ 25% എന്നുള്ള 40% ആക്കാം, 50% ആക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറാം. പക്ഷേ ഇറ്റ് ഈസ് ആസ് എ പ്രിൻസിപ്പൽ ആൻഡ് ആസ് എ സ്കീം ഇറ്റ് വാസ് മച്ച് നീഡഡ്. വളരെ മുമ്പേ ചെയ്യേണ്ടുള്ള കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റൊരു പ്രധാന മേഖല വനിതകൾക്ക് ഈ ഡിഫൻസ് മേഖലയിൽ ലഭിക്കുന്ന പ്രാധാന്യമാണ്. അത് ഇത്രയും കാലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എത്രയോ മുമ്പ് ചെയ്യേണ്ട കാര്യം. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച്, തെറ്റാണെങ്കിൽ തിരുത്തണം, 557 കമ്മീഷൻഡ് ഓഫീസേഴ്സ് പോലും വനിതകളായിട്ടുണ്ടെന്ന് പറയുന്നത്. അത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യമാണ് രാജേഷ്. അവർ ആക്ച്വലി കോടതിയിൽ കുറെ ഫൈറ്റ് ചെയ്തിട്ടാണ് അവർക്ക് അത് കിട്ടേണ്ട ഇത് വന്നേക്കുന്നത്. അപ്പം ഈ സർക്കാർ വന്നു കഴിഞ്ഞിട്ട് ഓഫ്കോഴ്സ് വുമൻ ഉള്ള ഒരു ഫോക്കസ് എപ്പോഴും ഉണ്ട്. അത് നമ്മുടെ സംസ്കാരത്തിനുള്ള കാര്യം തന്നെയാണ്. അത് നമ്മളെ സൈന്യത്തിലും വന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, യു കാൺ സ്റ്റോപ്പ് ദം. അവർ എഫിഷ്യന്റ് ആണ്. വുമൻ സോൾജേഴ്സ് ആയാലും ശരി, ഓഫീസേഴ്സ്, അവർ എഫിഷ്യന്റ് ആണ്. അവർക്ക് നമ്മൾ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ഡു. അവർക്ക് എവിടെ വേണമെങ്കിലും പോവാം. ഇപ്പൊ സിയാച്ചിൻ പോലത്തെ സ്ഥലത്ത് പോലും പോകുന്നതിനകത്ത് അങ്ങനത്തെ ബുദ്ധിമുട്ട്. പണ്ട് പറയും അവർ അവിടെ പോയാൽ എങ്ങനെ ചെയ്യാം. അതൊക്കെ ഒരു മൈൻഡ് സെറ്റ് ആണ്. അഗൈൻ ഒരു മൈൻഡ് സെറ്റ് മാറ്റം. ഇന്ന് വുമൻ ഓഫീസേഴ്സിന്റെ ഫൈറ്റർ പൈലറ്റ്സ് ഉണ്ട്, വുമൻ ഓഫീസേഴ്സ് ആർട്ടിലറി ഓഫീസറായിട്ടുണ്ട്, കോമ്പാറ്റ് ഹെലികോപ്റ്റേഴ്സിലുണ്ട്, വുമൻ ജവാൻസ് ആയിട്ട് മിലിറ്ററി പോലീസിൽ വന്നിട്ടുണ്ട്. അവർ എല്ലാ ഒൺലി വുമൻ കണ്ടിജന്റ് ആയിട്ട് പോകുന്നുണ്ട്. ധാരാളം വുമൻ ഓഫീസേഴ്സ് പുറത്ത് യുണൈറ്റഡ് നേഷൻസിൽ മിലിറ്ററി ഒബ്സർവേഴ്സ് ആയിട്ട് ഡെപ്യൂട്ടേഷനിൽ പോകുന്നുണ്ട്. സോ ഈവൻ സിയാച്ചിൻ ഗ്ലേഷ്യറിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോസ്റ്റിൽ ഒരു ലേഡി ഓഫീസർ അല്ലെങ്കിൽ വുമൻ ഓഫീസർ അവിടെ 3 മാസം സ്പെൻഡ് ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട്. ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ. അപ്പൊ ഇത് വർഷങ്ങൾ. സോ ഡെഫിനറ്റ്ലി ആ ഒരു ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. ഇപ്പം വുമൻ കമാൻഡിംഗ് ഓഫീസേഴ്സ് ആയിട്ടുണ്ട്. മുമ്പ് അത് കമാൻഡിംഗ് ഓഫീസേഴ്സ് ഇല്ലായിരുന്നു, ഇപ്പൊ വുമൻ കമാൻഡിംഗ് ഓഫീസേഴ്സ് ആവുന്നുണ്ട്. സോ ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് ടൈം. എനിക്ക് തോന്നുന്നു ഒരു വുമൻ ജനറൽസും വുമൻ ആയിട്ടുള്ള രീതിയിലേക്ക് വരും എന്നുള്ളതിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല. ആൻഡ് ദേ ആർ എഫിഷ്യന്റ്, ദേ ആർ ആസ് ഗുഡ് ആസ് മെൻ, ഇഫ് നോട്ട് ബെറ്റർ ഇൻ സം കേസസ്. തീർച്ചയായിട്ടും. അങ്ങനൊരു സോൾജിയർ ആയിരുന്ന അല്ലെങ്കിൽ ആ സർവീസ് ലൈഫിൽ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ അങ്ങേക്ക് ഒന്നുകൂടി കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് നമ്മളുടെ സ്വയം പര്യാപ്തതയാണ്. നമ്മൾ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ്, നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടർ ആയിരുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ 2014 ഈ പരിവർത്തനത്തിൻ്റെ ദശ ആരംഭിക്കുന്നത്. ഉണ്ടായ മാറ്റങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്യാമോ? ഇത് രാജേഷ് ആദ്യം അങ്ങ് ചോദിച്ചില്ലായിരുന്നു 2014 മുമ്പ് എന്തായിരുന്നു. അതിനകത്ത് ഒരു വിഷയം ഇതായിരുന്നു, കാർഗിൽ യുദ്ധ സമയത്ത് നമുക്ക് ഈ ആർട്ടിലറി ഷെൽസ് ഇല്ലായിരുന്നു, ഫയർ ചെയ്യാൻ വേണ്ടിയുള്ള റൗണ്ട്സ് ഇല്ലായിരുന്നു. അപ്പം നമ്മൾ പുറം രാജ്യങ്ങളിൽ പോയിട്ട് ആണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോഴും അവർ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ച്, ബിക്കോസ് നമുക്ക് ക്രിട്ടിക്കാലിറ്റി ആണ്, അത്യാവശ്യമാണ്. നമുക്ക് GPS ഇല്ലായിരുന്നു, വി ഡിഡ്ന്റ് ഹാവ് GPS. അന്ന് നമുക്ക് ആ GPS നമുക്ക് US തന്നിരുന്നെങ്കിലും അവർ അതിനകത്ത് ഒരു കൃത്രിമ ഒരു ഡിഫോൾട്ട് എറർ വെച്ചിട്ടായിരുന്നു നമുക്ക് മനഃപൂർവ്വം ചെയ്യുന്നുള്ള രീതിയിലേക്ക് അന്ന് ചെയ്തിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ. അതിനകത്ത് റഷ്യ എന്നുള്ള രാജ്യം വളരെ സപ്പോർട്ടീവ് ആണ് എന്ന് നമ്മൾ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അവർ ഓൾവേസ് അവർ നമ്മൾ ഈ ഒരു വിഷയത്തിൽ സപ്പോർട്ട് അറ്റ് ഓൾ ടൈംസ് അവർ അൺകണ്ടീഷണൽ സപ്പോർട്ട് അവർ തന്നിട്ടുണ്ട്, ഇപ്പോഴും തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നത്. പലരും ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ അവിടുന്ന് ഓയിൽ എടുക്കുന്നത്, അങ്ങനെ എടുക്കുന്നത്. അതൊന്നുമല്ല, ഇറ്റ്സ് നോട്ട് നമ്മൾ സോറി ടു ഇന്ററപ്റ്റ്. നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ടോട്ടലി അൺഅപ്പോളജറ്റിക്കുമാണ്. ആരോടെയും ഒരു നാഷണൽ ഇൻട്രസ്റ്റ് ഫസ്റ്റ്, അതാ ഒരു വലിയ മാറ്റം. അതെ. അപ്പം
ഈ ഒരു ആത്മനിർഭരത എന്ന് പറയുന്നത് അതും ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ആണ്. ദാറ്റ് നമ്മൾ മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടായിരുന്നു ഇത് ഇമ്പോർട്ടഡ് തന്നെ പറ്റൂ, അപ്പോൾ പുറത്തുനിന്ന് വന്നാലേ നടക്കൂ എന്നുള്ള രീതിയിലേക്ക് മാറി. ആൻഡ് നമ്മളിപ്പോഴും ലോകത്തെ 2ാം ലാർജസ്റ്റ് ഇമ്പോർട്ടേഴ്സ് ആണ്. ആഫ്റ്റർ ഐ തിങ്ക് സൗദി അറേബ്യ കഴിഞ്ഞാൽ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിന് കാരണം നമ്മുടെ വലിയൊരു സേനയാണ്, വലിയൊരു സൈന്യം, നമുക്ക് ധാരാളം സൈന്യത്തിൻ്റെ എക്വിപ്മെൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ നമ്മളിപ്പം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയുടെ ഇൻഡസ്ട്രി അതിൻ്റെ പവർ എന്താണെന്ന് ശ്രീ നരേന്ദ്രമോദിജി കാണിച്ചു തന്നിട്ട് അവരെ ഉപയോഗിച്ച് നമുക്ക് വേണ്ടിയുള്ള ആയുധങ്ങളും മറ്റു കാര്യങ്ങളും നിർമ്മാണം തുടങ്ങി. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതൊന്നും ഓവർനൈറ്റ് മാറത്തില്ല. ഒരു 5 വർഷം 10 വർഷം 20 വർഷം കഴിയുമ്പോഴേ ഇതിൻ്റെ മാറ്റം കംപ്ലീറ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പം ഹൗ ഹി സീസ് എ ചാലഞ്ച് ആസ് എൻ ഓപ്പർച്യൂണിറ്റി. അതായത് ഭാരതത്തിൻ്റെ ഈ സൈന്യത്തിൻ്റെ ഓപ്പറേഷണൽ കാപ്പബിലിറ്റിക്ക് വേണ്ടി എക്യുപ്മെൻറ്റ് വേണം, അത് പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് ഒരു ചാലഞ്ചാണ്. പക്ഷേ അത് നമ്മൾ രാജ്യത്ത് തന്നെ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആയി മാറും. അത് ഇവിടെ വരാണെങ്കിൽ ഇവിടുത്തെ ആളുകൾക്ക് ജോലി കിട്ടും, ഇവിടെ തന്നെ പൈസ വരും, ഇവിടെ നിന്നുള്ള ഫോറിൻ മണി പുറത്തോട്ട് പോകത്തില്ല എന്നുള്ള രീതിയിലേക്ക് മാറി. ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ധാരാളം കാര്യങ്ങൾ നമ്മളിവിടെ തന്നെ, അതായത് എനിക്ക് തോന്നുന്നു ഒരു 23% ജമ്പ്, 23 ടൈംസ്, നോട്ട് ശതമാനം, 23 ടൈംസ് എനിക്ക് ജമ്പ് ഉണ്ടായി ഫ്രം 2014 തൊട്ട് 2024 ആകുമ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മളിപ്പോൾ എനിക്കൊന്ന് അബൌട്ട് 16,500 crores ഓഫ് എക്സ്പോർട്ട് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തു. നമ്മളെ ടാർഗറ്റ് 25,000 ആൻഡ് ദെൻ 35,000 എത്താനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഇപ്പം ചെയ്യുന്ന വെച്ചാൽ നമ്മളെ ഫൈറ്റർ എയർക്രാഫ്റ്റ് തേജസ്, നമ്മുടെ അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്റേഴ്സ്, നമ്മളെ സെൻസേഴ്സ്, നമ്മളെ ഷിപ്സ്, എനിക്ക് തോന്നുന്നു നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് ഏകദേശം ഒരു 61% നേവിയുടെ ഷിപ്സാണ്. അവർ അത് എടുക്കാൻ ആളുകൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള രീതിയിലേക്ക് ഇപ്പോൾ നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ, ബ്രഹ്മോസിന്റെ ആ ഒരു രീതി ഫിലിപ്പീൻസിന് ഓൾറെഡി കൊടുത്തു. വിയറ്റ്നാമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്, പിനാക്ക. അപ്പം ഇതേപോലെ ലേറ്റസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എക്യുപ്മെന്റ് വരെ നമ്മൾ ഭാരതത്തിൽ നിർമ്മിച്ച് അത് പുറത്തോട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പം ഫ്രം എ ഹൈലി ഇമ്പോർട്ടഡ് കൺട്രി വി ആർ നൗ കമ്മിങ് ഇൻ ടു ദ ടോപ്പ് എക്സ്പോർട്ട് രീതിയിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. അപ്പം ഇൻ ദ നെക്സ്റ്റ് 10 years, അടുത്ത 10 വർഷം കഴിയുമ്പോൾ നമ്മളെ ഉള്ളിലെ കാര്യങ്ങൾ തന്നെ നമുക്ക് കിട്ടുമെന്നുള്ള രീതിയിലേക്ക് മാറും. അതിനകത്തും അവർ ചിന്തിച്ച് ആൻഡ് എക്സിക്യൂട്ട് ചെയ്ത കാര്യം ആലോചിച്ച് നോക്കുക. ഏതൊരു സാധനം വാങ്ങിച്ചാലും അതിന് ഇത്ര ശതമാനം എക്യുപ്മെന്റ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണം എന്നുള്ള ഒരു ഓർഡർ കൊണ്ടുവന്നു. ഇന്ന സാധനങ്ങൾ ഓൾമോസ്റ്റ് 300 സാധനങ്ങളുണ്ട് അതിനകത്ത്. അത് ഒരു കാരണവശാലും പുറത്തുനിന്ന് വാങ്ങിക്കരുത് എന്നുള്ള ലിസ്റ്റ് കൊണ്ടുവന്നു. അതായത് ഇമ്പോർട്ട് ബാൻ ആണത്. അത് ഇന്ത്യയുടെ തന്നെ ചെറിയ ചെറിയ ഇൻഡസ്ട്രിയിൽ അത് ചെയ്ത് കൊണ്ടുവരാനുള്ള ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റി. പിന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്സ് ഓർഡിനൻസ് ഫാക്ടറി ബോർഡ്, OFB. അത് നമ്മുടെ ഏറ്റവും വലിയ, അത് അധികം ആരും ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണ്. പക്ഷെ വലിയൊരു റെവല്യൂഷൻ ആണ്. ഇറ്റ് ഈസ് എ റെവല്യൂഷൻ, വിപ്ലവകരമായ. അതെ, അതൊരു OFB എന്ന് പറഞ്ഞിരുന്ന ഒരു വൈറ്റ് എലിഫന്റ് ആയിരുന്നു ആക്ച്വലി. അതൊരു ഗവൺമെന്റ് രീതിയിലേക്ക് നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് OFB? അതൊന്ന് വളരെ ലളിതമായിട്ടൊന്ന്. അതെ, ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൈന്യത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ അവർ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി. അപ്പൊ അതിന് പല പല സ്ഥലങ്ങളുണ്ടായിരുന്നു. അവർ ടാങ്ക് തൊട്ട് 41 ഫാക്ടറീസ് ഇന്ത്യയുടെ മൊത്തം സ്ഥലത്തും ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ടാങ്കിന്റെ ഒരു പാർട്ട് ആവടിയിലായിരിക്കും നിർമ്മിക്കുന്നത്, അതിന്റെ അടുത്ത പാർട്ട് പിന്നെ നിർമ്മിക്കുന്ന ആഗ്രയിലായിരിക്കും, പിന്നെ വേറെ അതിന്റെ ഫുൾ അസംബ്ലി ചെയ്യുന്ന ചിലപ്പം നാസിക്കിലായിരിക്കും. അങ്ങനെ ഓരോ സ്ഥലത്ത്. ഇപ്പം കോട്ടന്റെ അല്ലെങ്കിൽ ഈ യൂണിഫോം ചെയ്യുന്നത് ലക്നൌവിലായിരിക്കും, അതിന്റെ ഫുൾ സ്റ്റിച്ച് ചെയ്യുന്ന വേറെ സ്ഥലത്തായിരിക്കും. ഒട്ടും എഫിഷ്യന്റ് അല്ലായിരുന്നു. ദർ വാസ് നോ അക്കൗണ്ടബിലിറ്റി. അതൊരു ഗവൺമെന്റ് രീതിയിലേക്കുള്ള ഒരു ഗവൺമെന്റ് സർവീസ് എന്നുള്ള രീതിയിലേക്ക് അത് പോയി. അവിടെ ആദ്യത്തെ ടാങ്കിന്റെ നിർമ്മാണം എത്രയോ വർഷങ്ങൾ. അപ്പൊ അതിനെ OFB മാറ്റി ഒരു 7 കമ്പനീസ് ആക്കി മാറ്റി. അവർ 7 കമ്പനീസ്, കോർപ്പറേറ്റ് കമ്പനീസ് ആയിട്ട് മാറ്റി. ആ 7 കമ്പനിയുടെ ഉള്ളിൽ അതിനെ ഡിഫറെന്റ് ഹെഡിലേക്ക് മാറ്റി. അവർക്ക് അതിനകത്ത് ബോർഡ് കൊടുത്തു. അവർ നിങ്ങൾ നിർമ്മിക്കുന്ന കാര്യങ്ങളിലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വലിയൊരു, ആരും വിചാരിച്ചില്ല. ബിക്കോസ് ട്രേഡ് യൂണിയൻ ഒക്കെ വലിയ രീതിയിലേക്ക് ശക്തമായി എതിർത്ത ഒരു സംഭവമാണ്. ബിക്കോസ് അവർ അതിന്റെ പേരിൽ, എനിക്ക് ഓർമ്മയുണ്ട്, അതിനകത്ത് കുറെ ധാരാളം വർക്കേഴ്സ് ഓവർ ടൈം ഒക്കെ വർക്ക് ചെയ്തതിന്റെ ഡാറ്റ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത്രമാത്രം ആ രീതി നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ഗവൺമെന്റ് സർവീസിൽ വിത്തൗട്ട് ആഡിക്വേറ്റ് മോണിറ്ററിംഗ് എങ്ങനെയാണ്, അതേപോലത്തെ ഡിഫൻസിലും നടന്ന ഒരു സംഭവമാണ്. അത് മാറ്റി ഇപ്പം അത് കമ്പനീസ് ആക്കി മാറ്റി, അവർക്ക് ഒരു എഫിഷ്യൻസി കൊടുത്തു. ഇതുപോലെ തന്നെ ഡിഫൻസ് കോറിഡോർ ആക്കി മാറ്റി. അതായത് ഒരു 10 കമ്പനി, ഇപ്പം ഫോർ എക്സാമ്പിൾ തമിഴ്നാട്ടിൽ ഒരു ഡിഫൻസ് കോറിഡോർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെച്ച് ഓഫ് ലാൻഡിൽ ഈ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസ് അവിടെ വരുന്നു. അപ്പോൾ അവർ അതിനുവേണ്ടി ഗവൺമെന്റ് അതിനു വേണ്ടിയുള്ള ടാക്സ് കൺസെഷൻസും മറ്റും കൊടുത്തുകൊണ്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഡിഫൻസ് റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ വരാണെങ്കിൽ അവർ അതിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി.
മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. അതായത് ഇന്ന് നമ്മൾ യങ്സ്റ്റേഴ്സ് ധാരാളം ഉണ്ട്. അപ്പോൾ യങ്സ്റ്റേഴ്സിന് ഇന്നോവേഷനും ഓൺട്രപ്രണർഷിപ്പിലൊക്കെ ധാരാളം സ്കോപ്പുള്ള ടൈമാണ്. അവരെ അക്കാഡമിയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിഫൻസുമായിട്ട് ഒരു ഷേക്ക് ഹാൻഡ് അല്ലെങ്കിൽ അവരെ ടൈപ്പ് ചെയ്യിപ്പിച്ചു. അപ്പോൾ എന്ത് പറ്റുന്ന ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഐഡിയാസ്, ടെക്നിക്കൽ ഐഡിയാസ്, ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് അത് ഡിഫൻസിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞ് ധാരാളം സ്ഥലത്ത് അത് വിജയിക്കുകയും ചെയ്തു. ഇന്നോവേഷൻ കോമ്പറ്റീഷൻസ് ഒക്കെ വെച്ച്. അപ്പോൾ ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ശക്തിയായിട്ടുള്ള ഈ യങ്സ്റ്റേഴ്സിൻ്റെ അവരുടെ ഇന്നോവേഷൻസ് നമ്മളെ രാജ്യത്ത് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. പണ്ട് നമ്മൾ മാറ്റി നിർത്തിയിരുന്ന അപ്പൊ ഈ ഒരു IT പാർക്കുകൾ പോലെ തന്നെ ഡിഫൻസിന് ഒരു കോറിഡോറും അവരെ യങ്സ്റ്റേഴ്സുമായി ബന്ധപ്പെടുത്താനുള്ള ധാരാളം വലിയ ഉൾക്കാഴ്ചയോടുകൂടിയ ധാരാളം സ്കോപ്പ് ഉള്ളതാണ്. ഡിഫൻസ് എന്ന് നമുക്കറിയാം എല്ലായിടത്തും. പണ്ട് ഇന്റർനെറ്റ് പോലും വന്നത് ഡിഫൻസിൽ നിന്നാണ്. ഇന്റർനെറ്റ് വന്നത് ആദ്യം US-ന്റെ ആർമിയിൽ യൂസ് ചെയ്തിട്ടാണ് അത് പുറത്തു വന്നത്. അപ്പൊ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പണ്ട് ആർമിയിൽ അല്ലെങ്കിൽ സർവീസിൽ ഉപയോഗിച്ചിട്ട് അത് പുറം രാജ്യങ്ങളിൽ ഇപ്പം ഫോൺ ആയാലും ശരി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഡെഫിനറ്റ്ലി നമുക്കും നാളെ നല്ലൊരു യങ്സ്റ്റേഴ്സിന്റെ ഇന്നോവേഷൻ വരും തന്നെയാണ് എനിക്ക് വിശ്വാസം. മറ്റൊരു വിഷയം കൂടി, നമ്മുടെ സംഭാഷണത്തിന്റെ ഒരു സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഈ ഒരു ഡിപ്ലോമാസി എന്ന് പറയുന്ന അന്തർദേശീയ നയതന്ത്ര രംഗത്തും ഒരു ആർമി മിലിറ്ററി ഡിപ്ലോമസിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ വാർത്ത വന്നിട്ടുണ്ട്, ആഫ്രിക്കൻ കൺട്രികളിലേക്ക് നമ്മൾ മിലിറ്ററി അറ്റാഷെ. ഒരു പക്ഷേ ഈ 10 വർഷങ്ങൾ ഭാരതീയ പ്രതിരോധ സേനയ്ക്ക് അന്തർദേശീയ രംഗത്ത് കൂടുതൽ വിസിബിലിറ്റി കിട്ടിയ ഒരു 10 വർഷമാണ്. അതിനെക്കുറിച്ച് അങ്ങയുടെ ഒരു... തീർച്ചയായിട്ടും മിലിറ്ററി ഡിപ്ലോമസി അങ്ങ് പറഞ്ഞ പോലെ ഒരു വിസിബിലിറ്റി കിട്ടിയതിൻ്റെ പല കാരണങ്ങളുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ചെയ്ത ആക്ഷൻ, അത് ബാലക്കോട്ടായാലും ശരി, ഊറി ആയാലും ശരി, ചൈനീസിൻ്റെ അഗ്രഷൻ ആയാലും ശരി, അത് പണ്ട് ഡോക്ലാമിലായാലും ശരി, ലഡാക്കിലായാലും ശരി. അപ്പം ഇതെല്ലാം മറ്റ് രാജ്യങ്ങളിലെ സേനകൾ, മറ്റ് രാജ്യങ്ങളിൽ തിങ്ക് ടാങ്ക്സും സ്ട്രാറ്റജിക് കമ്മ്യൂണിറ്റീസ് അവർ നോക്കും എങ്ങനെയാണ് ഒരു ഭാരതം എന്നുള്ള ഒരു രാജ്യം ചൈനയെ പോലെ ഇത്രയും വലിയൊരു പവറിനെ അവരെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മളെ സേനയുടെ ഇമേജ് കൂടുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എവിടെ ചെന്നാലും അത് നമ്മൾ ആ ഇമേജ് അങ്ങനെ ആയിരിക്കും നോക്കുന്നത്. ദേ വിൽ സീ ആസ് എ സ്ട്രെങ്ത്. അപ്പോൾ അതൊന്ന്. സോ വി ഹാവ് ഡെമോൺസ്ട്രേറ്റഡ് ആ സ്ട്രെങ്ത്. ആ സ്ട്രെങ്തിന്റെ ബലത്തിലാണ് നമ്മൾ പിന്നെ മുന്നോട്ട് വേറെ സ്ഥലത്ത് പോകുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ഇന്ന് ഈ മിലിറ്ററി ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും നമുക്ക് നേരിട്ട് ഇടപെടാനുള്ള ഒരു സിനാറിയോ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ യമനിലെ യുദ്ധമായാലും ശരി, നമ്മൾ ഇവിടുന്ന് ഷിപ്പ് പോയി, നേവൽ ഷിപ്പ് പോയി, അവർ ആ പോർട്ടിൽ നിന്ന സമയത്ത് ധാരാളം ഫയറിംഗ് ഒക്കെ നടക്കുന്ന സമയത്താണ് നമ്മൾ അവിടുത്തെ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്ത് ഒരു സേഫ് കോറിഡോർ കൊണ്ടുവന്ന് നമ്മൾ നേവി ഷിപ്സ് വന്ന് കൊണ്ടുവരുന്നത്. കോവിഡ് സമയത്ത് എത്രയോ എയർഫോഴ്സ് പ്ലെയിൻസ് ആണ് പോയിട്ട് കോവിഡിൽ അവിടുത്തെ പേഷ്യൻസിനെ കൊണ്ടുവരുന്നത്. ഇനി റഷ്യ യുക്രൈൻ വാറിൽ വാർ നിർത്തി ആ ഒരു വിൻഡോയിൽ വന്ന് നമ്മളെ പ്ലെയിൻസ് ലാൻഡ് ചെയ്ത് അവിടെ നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. നേപ്പാളിൻ്റെ എർത്ത് ക്വേക്ക് വന്ന സമയത്ത് ഫസ്റ്റ് ഫോർമോസ്റ്റ് നമ്മളാണ് അവിടുത്തെ ലാൻഡ് ചെയ്ത് നമ്മളവിടെ മിലിറ്ററി എയർഫോഴ്സ് പ്ലെയിൻസ് ലാൻഡ് ചെയ്ത് നമ്മളവിടെ കൊണ്ടുകൊടുത്തു. ഇപ്പം ലേറ്റസ്റ്റ് നടക്കുന്ന ഈ സൊമാലിയ പൈററ്റ്സിന്റെ ഇഷ്യൂസ് ഇവൻ ഇൻക്ലൂഡിങ് പാകിസ്ഥാനികളെ പോലും നമ്മൾ രക്ഷപ്പെടുത്തി കൊടുത്തു. സോ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് നമുക്കൊരു സ്പേസ് ഉണ്ട്, നമുക്കൊരു റെസ്പെക്ട് ഉണ്ട്. അത് രീതിയിലേക്ക് അതൊരു നമ്മൾ സ്ട്രെങ്ത് എന്നുള്ള രീതിയിലേക്ക് നടക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാരതത്തിന്റെ ഇക്കോണമി ഗ്രോ ചെയ്യുന്നതനുസരിച്ച് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് ഈ രാജ്യങ്ങൾക്കും അറിയാം. അപ്പം ഇന്നിപ്പം അങ്ങ് പറഞ്ഞ പോലെ ഡിഫൻസ് അറ്റാച്ചേഴ്സ് പുതിയ രാജ്യങ്ങളിലേക്ക് അവർ പോകുന്നതിൻ്റെ ഒരു കാരണം, പ്രത്യേകിച്ച് ആഫ്രിക്കൻ നേഷൻസ് പോലെ, ആ രാജ്യത്ത് ഒരു ഡിഫൻസ് അറ്റാച്ച് വരുമ്പം അവിടെ മിലിറ്ററി ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആവശ്യം മനസ്സിലാക്കി ഇവിടെ നമുക്ക് പറയാൻ പറ്റുക ഈ കൺട്രിക്ക് ഇന്ന ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ആ രീതിയിലേക്കുള്ള എക്യുപ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ അവരുടെ താല്പര്യം അവർക്ക് കിട്ടുകയാണെങ്കിൽ ദേ വിൽ കം ഹിയർ ആൻഡ് ദേ വിൽ ടേക്ക് ദിസ് എക്യുപ്മെന്റ് ആൻഡ് ഗോ. അപ്പൊ ആ രീതിയിലേക്കുള്ള ഇന്ന് ഡിഫൻസ് പ്രൈം മിനിസ്റ്ററിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫൻസ് അറ്റാച്ച് ഈസ് നോട്ട് ഓൺലി ഫോർ ഡിഫൻസ് ബട്ട് ഫോർ ഇന്ത്യസ് ഗ്രോത്ത് ഓൾസോ. അപ്പൊ നമ്മുടെ ഗ്രോത്തിനെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലേക്കും കൂടെ മിലിറ്ററി ഡിപ്ലോമസിയുടെ ഭാഗമായി മാറിയത്. ശരിക്കും ഭയങ്കര ഉൾക്കാഴ്ചയോടുകൂടിയുള്ള വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഈ 10 വർഷങ്ങൾക്കിടയിൽ നടന്നത്. അപ്പോൾ അങ്ങ് ഈ വിവിധ മേഖലകളിലെ കാര്യങ്ങൾ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ വന്നത് നഷ്ടപ്പെട്ടു പോയ കുറെ സമയത്തെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എത്രയോ വർഷങ്ങൾ മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞ പോലെ ഒരു 20 വർഷം എടുക്കും ഇപ്പോൾ ചെയ്യുന്ന എഫക്ട് വരാൻ വേണ്ടി. അതിന് ഏറ്റവും വിഷമം വരുന്ന രാജേഷ്, നമ്മൾ ഈ ഡിപ്ലോമസി ആയാലും ശരി, പോളിസി ആയാലും ശരി, അതെല്ലാം ലാസ്റ്റ് മാൻ ഓൺ ദ ഗ്രൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡിപ്ലോമസി ഈസ് ഡിസൈഡഡ് ബൈ ദ ലാസ്റ്റ് 100 meters ഓഫ് ദ ഇൻ ദ ബാറ്റിൽ ഫീൽഡ് അല്ലെങ്കിൽ ബോർഡർ എന്ന് പറയും.
നമ്മൾ അവിടെ നിന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ റോഡ് പോലും ഇല്ലാത്തൊരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ വണ്ടി പോയി കഴിഞ്ഞാൽ കേടായിട്ട് 62-ലെ ജരിക്കനും ബോട്ടിൽസ് ഒക്കെ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അവിടെ കിടക്കുന്ന ഒരു സ്ഥലം. അപ്പൊ അതൊക്കെ നമ്മൾ ഈ ചൈനീസ് ഒക്കെ അവർ അരുണാചലില് സിമിത്താങ്ങിലും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, അത് കിടക്കുന്നുണ്ട്, ഇപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ ചൈനീസ് ഒക്കെ അവർ നല്ല വണ്ടിയിലൊക്കെ വന്ന് ഇറങ്ങി അവരെ റോഡും അവർ നമ്മൾ കണ്ണ് അടച്ച് തുറക്കുന്ന മുമ്പ് അവരെ റോഡായി കഴിഞ്ഞു. പക്ഷെ ഇന്ന് നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു വലിയൊരു മാറ്റം തന്നെ, വലിയൊരു മാറ്റം തന്നെയാണ്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട കുറേ വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. ഇപ്പോൾ ഇതിൽ അങ്ങൊരു ആർമി ഓഫീസർ ആയിരുന്ന ആളാണ്. പാകിസ്ഥാൻ എന്തൊക്കെ പറഞ്ഞാലും ചെറിയ രാജ്യമാണ്, നമ്മളുടെ ശത്രു രാജ്യമാണ്, പക്ഷേ ഒരു ന്യൂക്ലിയർ പവറാണ്. പാകിസ്ഥാനിനുള്ളിൽ കയറി അവിടെ ബാലാക്കോട്ട് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പോക്കല്ല, പോക്കിനപ്പുറമുള്ള മെയിൻലാൻഡ് പാകിസ്ഥാനാണ്. അവിടെ കയറി ഒരു ആക്രമണം നടത്താൻ ഒരു ഓർഡർ കൊടുക്കാൻ, അല്ലെങ്കിൽ അതിന് ഗോ എഹെഡ് പറയാൻ ഒരു പ്രധാനമന്ത്രി, അങ്ങനെ ഒരാൾ ഇന്ത്യക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം? ആ സമയം ആ ഒരു പൊളിറ്റിക്കൽ വില്ല് അത് മറ്റൊരാളിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇതുവരെ? സത്യം പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾ അതൊരു പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിശോക്തിയാന്ന് തോന്നുമെങ്കിലും, പക്ഷെ നമ്മൾ ജസ്റ്റ് ബാക്കിലോട്ട് നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു ഡിസിഷൻ അല്ല. നമ്മളൊരു യുദ്ധത്തിൽ പോകുന്ന വെച്ചാൽ നമുക്ക് സ്റ്റിൽ യു ഹാവ് ഓപ്ഷൻ. ഇന്ദിരാഗാന്ധി ആ സമയത്ത് എടുത്ത ഡിസിഷൻ 1971 വാറിൽ അതൊരു അഗൈൻ ടഫ് പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരുന്നു. പക്ഷെ അത് ഇങ്ങനത്തെ ഒരു ആക്ഷൻ അല്ല, അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ രാജീവ് ഗാന്ധി മാൽദീവ്സിൽ ഓപ്പറേഷൻ ചെയ്ത അതൊരു ഓപ്പറേഷൻ, അവിടുത്തെ ഒരു അതിന്റെ അതായത് അവിടുത്തെ ഒരു കൂ നടന്ന സമയത്ത് അങ്ങനെ. പക്ഷെ അവിടെയും അവർക്കൊരു എയർഫോഴ്സ് ഇല്ല, അവരവിടെ ഒരു ആർമി ഇല്ല, അവർ ലാൻഡ് ചെയ്തു, ദാറ്റ് വാസ് ഇറ്റ്. ബട്ട് നേരത്തെ പറഞ്ഞ പോലെ, രാജേഷ് പറഞ്ഞ പോലെ, ഒരു ന്യൂക്ലിയർ പവർ കൺട്രിക്ക് അഗേൻസ്റ്റ് ആയിട്ട് എയർഫോഴ്സ് ഉപയോഗിച്ച് അവിടുത്തെ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കശ്മീർ മാറി പാകിസ്ഥാനിൽ സ്ട്രൈക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് ഗട്ട്സ്, പൊളിറ്റിക്കൽ ഇന്റന്റ്. ബിക്കോസ് ഒന്ന് ആലോചിക്കുക, അത് തെറ്റിപ്പോയിരുന്നെങ്കിൽ വലിയ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടി ആൻസർ ചെയ്യേണ്ടി വന്നു. അന്താരാഷ്ട്ര നാളെ അവരെപ്പോഴും പറയുന്ന പോലെ ന്യൂക്ലിയർ ബ്ലഫ് എന്ന് നമ്മൾ പറയുന്നെങ്കിലും അവർക്ക് ന്യൂക്ലിയർ കാപ്പബിലിറ്റി ഉണ്ടോ എന്ന് തന്നെയാണ് എല്ലാവരും ധരിച്ചു വയ്ക്കുന്നത്. അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഇതിനെയൊക്കെ മറികടന്ന ഒരു ഡിസിഷൻ, അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഇറ്റ് കനോട്ട് ബി ഡൺ ബൈ എ നോർമൽ പേഴ്സൺ. വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോഴത്തെ അവസ്ഥയിലാണ് ഒരു 26/11 നടക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഡെഫിനറ്റ്ലി റിറ്റാലിയേഷൻ കാണും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നടക്കത്തില്ല. കാരണം ഇന്ന് 26/11 പോലെ പ്ലാൻ ചെയ്യുന്നവരുടെ അവരിയ്ക്കുന്ന ചെയറിന്റെ താഴെ തന്നെ ചിലപ്പം പൊട്ടാനുള്ള സാധനം വെച്ചിട്ടുണ്ട് ഓൾറെഡി. സോ അവർക്കൊരു പേടിയുണ്ട്. അതായത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാണ്. കറാച്ചിയിലും ലാഹോറിലും പോലും അവർ അതെ, ധാരാളം അജ്ഞാതർ അവിടെ പല കാരണങ്ങളായിട്ട് അൺനോൺ അസാസിനേഷൻസ് നടക്കുന്നുണ്ടല്ലോ അവിടെ. അത് നമുക്കറിയത്തില്ല എങ്ങനെ നടക്കുന്നത്, പക്ഷെ വി ഓൾ നോ എന്താണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഭയമുണ്ട്. അതിന് ഒരു ഡിറ്ററൻസ് എന്ന് പറയും. നമുക്കൊരു ഫിയർ ഉണ്ട് അവർക്ക്. പക്ഷെ എന്നിരുന്നാലും മനുഷ്യന്റെ മനസ്സാണ്. സംബടി ഒരു മതതീവ്രവാദിയോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ പേ എ പ്രൈസ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഒരു ക്രിറ്റിസിസം അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇത് ഗാന്ധിജിയുടെ ആദർശങ്ങളിൽ പടുത്തുയർത്തിയ ഒരു രാഷ്ട്രമാണ്. ഈ രാജ്യത്തെ ഒരു മിലിറ്ററി രാജ്യമാക്കി, അല്ലെങ്കിൽ അറിയാമല്ലോ, ഒരു ആക്രമണോത്സുകതയുള്ള ഒരു രാജ്യമാക്കി ഇതിനെ മാറ്റുന്നു എന്ന് ആരോപണം പല സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നു കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഒരു സർവീസ് പേഴ്സൺ എന്നുള്ള നിലയിൽ? ശരി, ഞാനും മഹാത്മാഗാന്ധിജിയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നമ്മള് ഭാരതം മഹാത്മാഗാന്ധിജിയുടെ അല്ല ഡെഫിനിഷൻ. മഹാത്മാഗാന്ധിജിയൊക്കെ വരുന്നതിന് മുമ്പ് വർഷങ്ങളോളം, എത്രയോ വർഷങ്ങൾ മുമ്പ് ധർമ്മം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ധർമ്മത്തിനെ സ്ഥാപിക്കുക, അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഫിലോസഫി ഓഫ് ലൈഫ് ഇസ് എസ്റ്റാബ്ലിഷ് ധർമ്മ എന്നുള്ളതാണ്. അപ്പൊ ഈ ധർമ്മത്തിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ. ഒന്ന് ശാസ്ത്രം കൊണ്ട്, ശാസ്ത്രങ്ങളുണ്ട്. രണ്ട് ശസ്ത്രവും വേണം. അപ്പൊ ശാസ്ത്രവും വേണം, ശസ്ത്രവും വേണമെങ്കിൽ മാത്രമേ ധർമ്മത്തിനെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അവിടാണ് നമ്മൾ പല കാലഘട്ടത്തിൽ നമ്മൾ ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ധർമ്മത്തിനെ രക്ഷിക്കാൻ ശാസ്ത്രം കൊണ്ട് സാധിച്ചില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ധർമ്മത്തിനെ ഇതിന് രക്ഷിക്കാൻ വേണ്ടി ശാസ്ത്രവും ശസ്ത്രവും ഒരുമിച്ച് ഉപയോഗിച്ച ഒരാളായിരുന്നു ശിവാജി മഹാരാജ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അന്നത് ചെയ്യാൻ പറ്റി. പക്ഷെ വെറും ശസ്ത്രം കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ ചെയ്തെങ്കിൽ നമ്മൾ എന്താണ് നമ്മളെ ശാസ്ത്രം എന്ന് അറിയാതെ നമ്മൾ ശസ്ത്രത്തെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും ശരിയല്ല. അപ്പൊ പിന്നീട് ഓരോ കാലഘട്ടത്തിൽ വന്നപ്പോഴും നമ്മൾ ഈ ഒരു ബാലൻസ് കളഞ്ഞുകൊണ്ടാണ് നമുക്ക് വലിയ നഷ്ടം സംഭവിച്ചത്. നമ്മളെ ഭാരതത്തിന് ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്കറിയാം, നമ്മളതൊന്നും ആ കാര്യത്തിലോട്ട് പോകുന്നില്ല. അപ്പൊ ഇന്ന് ഭാരതത്തിന്റെ സൈന്യം ശാസ്ത്രവും ഉണ്ട്, അതിനൊരു ഫിലോസഫി ഓഫ് ലൈഫ് ഉണ്ട്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രപ്രഥം എന്നാണ് അതിന്റെ ഇത്. ഏത് രാഷ്ട്രം? ഭാരതം എന്നുള്ള രാഷ്ട്രം.
ആ ഭാരതത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് ഒരേപോലെ ജീവിക്കാനുള്ള ഒരു രാഷ്ട്രം. അവിടെ അതിനകത്ത് നമ്മുടെ ധർമ്മം നമ്മൾ വിശ്വസിക്കുന്നത്. സൈന്യത്തിന്റെ ധർമ്മം ആ രാജ്യത്തിനെ രക്ഷിക്കുക എന്നുള്ളതാണ്, ആ രാജ്യത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത്, ആ രാജ്യത്തിനുള്ളിലുള്ള എല്ലാവരും. അതുകൊണ്ടാണ് നമ്മൾ എൻ്റെ ബറ്റാലിയനിൽ രാം രാം എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് എന്നെ വിഷ് ചെയ്യുന്നത് അഭിവാദ്യം രാം രാം എന്നുള്ള ഇതാണ്. അപ്പൊ രാം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചുള്ള അതൊരു വലിയൊരു ഇതാണ്. അപ്പൊ അത് ധർമ്മത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ അതിനകത്തൊരു ഒരു എന്താ പറയുക മതപരമായിട്ടുള്ള കാര്യമല്ല. ഇറ്റ് ഇസ് എ വേ ഓഫ് ലൈഫ് ഫോർ us. അപ്പം തീർച്ചയായിട്ടും അതിനെ മാറ്റി നിർത്തി. അപ്പൊ എസൻസ് ഇല്ല. ഇപ്പൊ ഒരു രാമനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞങ്ങളെ ബറ്റാലിയൻ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യും? ഹൗ വിൽ ഇറ്റ് ഫംഗ്ഷൻ? ഞങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ബജറംഗ് ബലിക്ക് ജയ എന്ന് പറയുന്നതാണ്. അപ്പൊ ഹനുമാൻ ജയനെ എങ്ങനെ മാറ്റാൻ പറ്റും? അപ്പം അതേപോലെ തന്നെ ചില ബറ്റാലിയൻസിൽ ക്രിസ്ത്യൻസിന്റെ വിഭാഗമുണ്ട്, ചില മുസ്ലിംസിന്റെ ഉണ്ട്. അപ്പം ധർമ്മം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളെ ഭാരതത്തിന് അത് പല പല ഡെഫിനേഷൻസ് ഉണ്ട്. അതിന് വേറൊരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ പോകും. അതിനെ നിലനിർത്തുക എന്നുള്ളത് ശാസ്ത്രവും ശസ്ത്രവും കൊണ്ടാണ്. ഇറ്റ് ഇസ് നോട്ട്, ആൻഡ് ശസ്ത്രം ഇസ് നോട്ട് ഫോർ കില്ലിങ് സംബഡി, ആരെങ്കിലും ഇന്നസെന്റ് ആയിട്ടുള്ളതല്ല. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ശസ്ത്രം ആവശ്യമാണ്. ശസ്ത്രമില്ലെങ്കിൽ നമ്മൾ വീക്കാണ്. ആ വീക്ക് നേഷൻ നമ്മൾ മറ്റുള്ളവർക്ക് അടിമകളായി ജീവിച്ച ഒരു രാജ്യമാണ് നമ്മൾ. അപ്പൊ നമ്മൾ ഒരു കാലത്ത് നമ്മളെ ശസ്ത്രം താഴെ വയ്ക്കാൻ പറ്റില്ല. ശസ്ത്രം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഓൺലി വെപ്പൺ. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം. ശസ്ത്രം എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ വെപ്പൺ മാത്രമല്ല, ഈ മൈൻഡ് സെറ്റ് കൂടിയാണ്. ദാറ്റ് വി ആർ നോട്ട് വീക്ക്. നമ്മൾ വീക്ക് അല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ് നമ്മൾ ശസ്ത്രം എന്ന് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ശക്തി ഉണ്ട്, ആ ശക്തി വേണ്ടി വന്നാൽ നമ്മളത് ഉപയോഗിക്കും. നമ്മളായിട്ട് ആരെയും പോയി ചെയ്യത്തില്ല. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് പെടുത്തില്ല എന്നുള്ള ഒരു ശസ്ത്രമാണ് ഞാൻ പറയുന്ന ശസ്ത്രത്തിന്റെ കോൺസെപ്റ്റ്. അപ്പൊ ശാസ്ത്രവും വേണം, ശസ്ത്രവും വേണം. എന്നാലേ നമ്മൾ ധർമ്മം ഇവിടെ നിലനിൽക്കത്തുള്ളൂ. ധർമ്മം ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനമുള്ളൂ, എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂ, അവർക്ക് പുരോഗതിയും മറ്റു കാര്യങ്ങളും നടക്കത്തുള്ളൂ. ഇവിടെ മനുഷ്യന് സമാധാനമായിട്ട് അവരവർ വിചാരിക്കുന്ന ആരാധനയിൽ പോകണമെങ്കിൽ ഈ ധർമ്മം ഇവിടെ കാണണം. അതുകൊണ്ട് മഹാത്മാഗാന്ധിജിയുടെ നോൺ വയലൻസ് ഇസ് ഗുഡ്, നല്ലതാണ്. പക്ഷെ ആ നോൺ വയലൻസിൽ നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന വയലൻസിനെ തടയണമെങ്കിൽ നോൺ വയലൻസ് കൊണ്ട് പറ്റില്ല എന്നുള്ളത് അദ്ദേഹവും സമ്മതിച്ചിട്ടുണ്ട് പല സ്ഥലത്തും. വളരെ കൃത്യമാണ് കേണൽ ഡിന്നി അങ്ങയുടെ അഭിപ്രായം. ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് ശാസ്ത്രം മാത്രമല്ല ശസ്ത്രവും ആവശ്യമാണ്. ഭാരതത്തിൻ്റെ പ്രതിരോധ മേഖലയിൽ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ഉണ്ടായ വിപ്ലവം എന്ന് പറയുന്നത് പ്രതിരോധ സേനയെ ശക്തിപ്പെടുത്തൽ മാത്രമല്ല, ആത്മവിശ്വാസത്തെ ഒന്നുകൂടി ഉറപ്പിക്കുകയും ആത്മവിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന നടപടികളാണ്. വലിയ ഉൾക്കാഴ്ചയോടുകൂടി വലിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ് പ്രതിരോധ സേനയിലും പ്രതിരോധ രംഗത്തും അത് സാധാരണക്കാരായ ഭാരതീയരുടെ മനസ്സിലും ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വലിയ മാറ്റം. ആ മാറ്റത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം മാത്രമാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മൾ ഇവിടെ എടുത്ത ഓരോ വിഷയവും പറഞ്ഞത്. ഇന്ന് നമ്മളോടൊപ്പം ചേർന്ന കേണൽ ഡിന്നി, അങ്ങേക്ക് വളരെയധികം നന്ദി തത്തുമയിൽ വന്നതിനും ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുവച്ചു. താങ്ക് യു. ജയ് ഹിന്ദ്, ജയ് ഭാരത്.